ഇന്നാളെ മേടിച്ച 500. ഇന്നാളെ മേടിച്ച 500. കഴിഞ്ഞ ആഴ്ച മേടിച്ച 750. അതെവിടെ? എൻ്റെ മച്ചമ്പി ഇത് എന്തൊരു മനസാക്ഷി ഇല്ലാമേ പറയുന്നേ. ഒരു സാമ്പത്തിക ഇടപാടെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 1 മാസമെങ്കിലും വന്നാലല്ലേ അതൊരു കടമാകത്തുള്ളൂ. ഓ നീ കാരണേ എൻ്റെ കയ്യിൽ ഇപ്പം 5 പൈസ എടുക്കാനില്ലാതായി. എടാ ഞാൻ കടം മേടിക്കണ എല്ലാവരെയും നീ മേടിച്ച് കൂട്ടയല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് തരണ കടം? കണക്കൊക്കെ നന്നായിട്ടുണ്ട്. എടുത്തോ. 1500 1000 പിടി. അങ്ങനെ 1000 പിടിയാവുന്ന എങ്ങനെ? 1500 500 എവിടെ? 500 അടുത്ത ഏർപ്പാട് തരാ സുഹൃത്തേ. വേണ്ട സുഹൃത്തെ, ആ 500 ഇപ്പം തന്നെ തന്ന പിന്നെ ആ കടം ഉണ്ടെന്നുള്ളൊരു ഒരു വിഷമം നിനക്ക് ഉണ്ടാവില്ല. സമാധാനപ്പെടും, ഒരു കടം തീർന്നല്ലോ. പെണ്ണുമ്പളെ നിങ്ങൾ പൈസ കണ്ടിട്ടില്ലാത്തവരോ കേട്ടോ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ആ പിന്നെ ഇതിലും പേద എൻ്റെ ക്ലീറ്റ മച്ചമ്പി തന്നെ. ആ മച്ചമ്പി തമ്മിലുള്ള പ്രശ്നമൊക്കെ വർത്താനം പറഞ്ഞാൽ തീരും. ഇതേ കണ്ട പെണ്ണുങ്ങളുടെ പൈസയാ, അതങ്ങനെ തീരില്ല. മച്ചമ്പി ഒരു 500 കടം തന്നെ. ഒരു 500 കടന്താ. എൻ്റെ ബാങ്ക് പൂട്ടി. അല്ല ഇതിപ്പോ കണക്കൂട്ടൽ മൊത്തം തെറ്റിയല്ലോ. തെറ്റും. മനസ്സറിയാതെ 500 രൂപ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റി. ലില്ലിപ്പണ്ണിന് രൂപ 1500 കൊടുക്കണം. ഇപ്പൊ ഈ പൈസയൊക്കെ ഇപ്പൊ എവിടെ നിന്ന് വന്ന റൊണാൾഡോ അങ്കിളിന്? വണ്ടി കച്ചവടം നിർത്തിയോ? എൻ്റെ വർക്ക്ഷോപ്പിലേ എൻ്റെ ഒരു കൂട്ടുകാരൻ സുഭാഷ് എന്ന് പറയുന്നത്, അവൻ ഗൾഫിൽ പോകാൻ നിൽക്കുക. അവൻ്റെ കയ്യിൽ 2002 സ്പ്ലെൻഡർ ഇരിപ്പുണ്ടായിരുന്നു. അത് എങ്ങനെയും അളിയാ കച്ചവടമാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയ പോലെ കിണ്ണം കാച്ചിയ വണ്ടി 25,000 രൂപയ്ക്ക് കച്ചവടമാക്കി. 15 രൂപ അവനും കൊടുത്തു, 10 രൂപ അവനും കൊടുത്തു. ഒരു 20 രൂപ കൊടുത്തുടായിരുന്നു അവന്. അയ്യോടിയേ, ഞാൻ കുറെ വായിട്ടലച്ച പാർട്ടിയുടെ പുറകെ നടന്നയാ. ശരിക്കും പറഞ്ഞാൽ അവന് 10 രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കച്ചകപടം. ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? കടയിലെ ബാഗോണ്ട് 250 രൂപ കൊടുക്കണം. അതിനാ അവിടെ പോയി പറ്റിയത് എന്ത് കാര്യത്തിന്? കുണ്ടൻ പക്ക അവിടെ മേടിച്ചെൻ്റെ. എന്റെ പൊന്നു, താഴെ സുലു ചേച്ചിക്ക് 500 കൊടുക്കണം. സുലൂറ്റേത് മേടിച്ചാ? എന്തിന്? എന്നാലും അമ്മച്ചയുടെ മൂത്രമാലയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടങ്ങാവിളെ ക്യാമ്പിന് വന്നേരേ 500 വെച്ചിട്ട് തന്നോ. അത് മേടിച്ചോടാ ഞാൻ വണ്ടിക്കൂലി എടുത്തോണ്ട് പോയത്. അയാളെ മേടിച്ചാ നീ? അത് പള്ളിപ്പെരുന്നാളിന് മറ്റേ കട്ടയപ്പടം കളിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് എറിഞ്ഞപ്പോൾ 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നു. അത് ഞാനായിട്ട് അങ്ങ് തീർത്തോളാം. ചുമ്മാ ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് ഒരു മനുഷ്യന് എനിക്ക് കടം തരാത്തത്. ഇനി വാങ്ങി ഒന്ന് ആലോചിച്ച് നോക്കേ. ഇനി കോറം തകയാൻ മുത്ത് മാത്രമേ ഉള്ളൂ. ആരും പറഞ്ഞു എന്റെ മേടിച്ച് ഇന്നലെ 100 രൂപ മേടിച്ചോണ്ട്. അതും എന്തിനാണ്? ഷാർജ കുടിക്കാൻ. ഭയങ്കരി ഒരല്പ ആഹാരം, ഒരല്പ ദാഹം മാറ്റിയാണ് നീ കണക്കെഴുതിയിട്ടേക്കുന്നത്. എന്നാലും തരണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട്, ഈ തൊട്ടിൽ കിടക്കുന്ന തക്കുടിൻ്റെ നീ മേടിച്ചാ? തക്കുടിന്റെ തൊട്ടില്ലാത്തൊരു 10 രൂപ കടന്നപ്പോ എന്നാലും എടുത്തായിരുന്നു. അതിന് തക്കുടിന്റെ ആണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് പൈസ ഇരിപ്പുണ്ട്, എടുത്താ കഴിഞ്ഞാൻ വിട്ടു. കണ്ടല്ലോ, പിന്നെ അമ്മയുടെ തൊഴിൽ കണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? നീ സൂക്ഷിച്ചോ. എന്റെ 100 രൂപ എന്നാലും തരണം. ഒരു 500. നീ ഇത് ചുമ്മാ ഇടാ.